ഹായ് ഓൾ, 10th ICSE ഫിസിക്സ് മെഷീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ന്യൂമറിക്കൽസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഇപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ക്രീനിലുണ്ട്, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് എഴുതിയിരിക്കുന്നത്? ഫിഗർ ഷോസ് ദ യൂസ് ഓഫ് എ ലീവർ. അവിടെ ഒരു എൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു ലീവറിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എഫ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എഫർട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു എൻഡിൽ ലോഡും തന്നിട്ടുണ്ട് 50. സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് മൊമെൻറ്റ്സ് അപ്ലൈഡ് ടു ദ എബവ് ലീവർ. ഈ ലീവറിനെ സംബന്ധിച്ച് പ്രിൻസിപ്പിൾ ഓഫ് ലീവർ അപ്ലൈ ചെയ്യാം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ലീവർ എന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ലീവർ? എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡ് ആം. അപ്പോൾ ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം. എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം. ഓക്കെ, ഞാൻ ഈ സ്റ്റെപ്പ് എഴുതി. ഇനി ഇതിന് നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞാൽ മതി ലോഡ് എത്രയാണെന്ന്. ലോഡ് എത്രയാണ്? 50 ന്യൂട്ടൺ ആണ്. അപ്പോൾ 50 ഇൻറ്റു ലോഡാം. ലോഡ് തൊട്ട് ഫൽക്കറം വരെയുള്ള ദൂരമാണ്. അപ്പോൾ ലോഡ് തൊട്ട് ഫൽക്കറം വരെയുള്ള ദൂരം ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാ ഇത്രയാണ് ലോഡ് തൊട്ട് ഫൽക്കറം വരെയുള്ള ദൂരമാണ് ഈ കണ്ടത്. എത്രയുണ്ട് തന്നിട്ടുണ്ടോ? പറഞ്ഞുകൂടാ. അപ്പോൾ ലോഡാം എന്ന് പറയുന്നത് നമുക്കവിടെ FB എന്നെഴുതാം. അപ്പോൾ FB. ഓക്കെ, എഫർട്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എഫർട്ട് ഇൻറ്റു എഫർട്ടാം. എഫർട്ട് തൊട്ട് ഫൽക്കറം വരെയുള്ള ദൂരം ഇതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ പേര് എന്താണ്? FA എന്നാണ്. കഴിഞ്ഞു. ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസറായി. അപ്പോൾ അതിനകത്ത് നമ്മൾ പിക്ചർ നോക്കി അതിൻ്റെ ആൻസർ ചുമ്മാതെ അങ്ങ് എഴുതി. ഓക്കെ, അപ്പോൾ ലോഡ് ഇൻറ്റു ലോഡാം ഈസ് ഈക്വൽ ടു എഫർട്ട് ഇൻറ്റു എഫർട്ടാം. ഓക്കെ, ഇനി രണ്ടാമത്തെ പാർട്ട്, ബി പാർട്ട് വായിച്ചു നോക്കൂ. എന്താണ് രണ്ടാമത്തെ പാർട്ട്? ടു വിച്ച് ക്ലാസ് ഓഫ് ലീവർ ഇറ്റ് ബിലോങ്? ഗിവ് ആൻ എക്സാമ്പിൾ. ഏത് കാറ്റഗറി ഓഫ് ലീവറാണ് ഇത്? നിങ്ങൾ നോക്കുക, ആരാണ് നടുക്ക്? ഇൻ ബിറ്റ്വീൻ വരുന്നത് എഫർട്ടാണ്. അപ്പോൾ എഫർട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ ഫൽക്രം ആൻഡ് ലോഡ്. അപ്പോൾ അത് ഏത് ഓർഡർ ലീവറാണ്? തേർഡ് ഓർഡർ. അപ്പോൾ തേർഡ് ഓർഡർ ലീവർ, അതും മനസ്സിലായി. ഇനി ഇതിനൊരു എക്സാമ്പിൾ പറയണം. തേർഡ് ഓർഡർ ലിവറിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയുക. ഐസ്റ്റോങ്സ്. അപ്പോൾ ഐസ്റ്റോങ്സ് ഇത് ഒരു എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ തേർഡ് ഓർഡർ ലിവറിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞത്. ഐസ്റ്റോങ്സ്, ഫയർ ടോങ്സ്, ഫോഴ്സെപ്സ് ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇനി സി എന്താണെന്ന് നോക്കാം. എന്താണ്? FA 10 ആണ്. FAയുടെ വാല്യൂ 10 ആണ്. അപ്പോൾ ഞാൻ അതിനകത്ത് മാർക്ക് ചെയ്യാം. FAയുടെ ആൻസർ 10 ആണ്. AB 490 ആണ്. AB ഞാൻ ഈ പിക്ചറിൽ മാർക്ക് ചെയ്യാം. ഇതാണ് 490 ആണ്. ഓക്കെ, കാൽക്കുലേറ്റ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈസ് ഈക്വൽ ടു, നമ്മൾ പഠിച്ചത് രണ്ട് ഇക്വേഷനുണ്ട്. ലോഡ് ബൈ എഫർട്ട് അല്ലെങ്കിൽ എഫർട്ടാം ബൈ ലോഡാം. എഫർട്ടാം ഡിവൈഡ് ബൈ ലോഡാം എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. എഫർട്ടാം നോക്കിയിട്ട് എഴുതണം. എഫർട്ട് തൊട്ട് ഫൽക്കറം വരെയുള്ള ദൂരം എന്താണെന്ന് ഈ പിക്ചറിൽ നോക്കിയിട്ട് ക്ലിയർ ആയിട്ട് പറയാം. നോക്കൂ, എഫ് തൊട്ട് B വരെയുള്ള ദൂരം നിങ്ങൾ തന്നെ നോക്കൂ. ഞാൻ കാണിച്ചു തരാം. അത് നേരെ നോക്കുക. ഹൈലൈറ്റർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ലേസർ വെച്ച് കാണിക്കാം. അത് നോക്കൂ, നമുക്ക് വേണ്ടത് എഫർട്ടാമാണ്. എഫർട്ട് തൊട്ട് ഫൽക്കറം വരെയുള്ള ഈ ദൂരമാണ് വേണ്ടത്. ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം 490 ആണ്. ഇവിടം ഇതുവരെയുള്ള ദൂരം 10 ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഈ ദൂരമാണ് ചോദിച്ചിരിക്കുന്നത്. എഫർട്ടാമിൻ്റെ വാല്യൂ എത്ര? നിങ്ങൾ തന്നെ പറയൂ. എഫർട്ടാമിൻ്റെ പിക്ചറിൽ നോക്കി ക്ലിയർ ആയിട്ട് 10 ആണ്. ഡിവൈഡഡ് ബൈ ലോഡാം. ലോഡ് തൊട്ട് ഫൽക്കറം വരെയുള്ള ദൂരം എത്രയാണെന്ന് പിക്ചറിൽ നേരെ നോക്കൂ എല്ലാവരും. ഇവിടം തൊട്ട് ഇതുവരെയുള്ള ദൂരം അത് എത്രയാണ്? 500. അപ്പോൾ ആൻസർ 500. അപ്പോൾ അതങ്ങോട്ട് എഴുതാം. 500 എന്നാണ്. അപ്പോൾ ആൻസർ കിട്ടി. എത്രയാ? ഓരോ 10 കട്ട് ചെയ്തു 1/50 എന്നാണ്. അപ്പോൾ 1/50 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയി. ഇനി എന്താ വേണ്ടത്? ഇനി നമുക്ക് വേണ്ടത് മിനിമം എഫർട്ട് റിക്വയർഡ് ടു ലിഫ്റ്റ് ദ ലോഡ് 50 ന്യൂട്ടൺ. ലോഡ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് ലോഡ് ഇൻറ്റു ലോഡ് ആം ഈസ് ഈക്വൽ ടു എഫർട്ട് ഇൻറ്റു എഫർട്ടാം എന്ന് പറയാം. ഓക്കെ, അത് നമുക്കറിയാം. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. ലോഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലോഡ് എത്രയാണ് മക്കളെ? 50 ആണ്. ഇൻറ്റു ലോഡാം എത്രയാണ്? 500 ആണ്. ഈസ് ഈക്വൽ ടു എഫർട്ട് എത്രയെന്നാണ് ചോദ്യം. എഫർട്ടാം പിക്ചറിൽ നോക്കിയിട്ട് പറയുക 10 ആണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 50 × 500
ഡിവൈഡ് ബൈ 10. അപ്പോൾ ആൻസർ വരുന്നത് ഓരോ 10 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര വരും? 2500. ഓക്കെ, അത്രയും ന്യൂട്ടൺ എന്നാണ് ആൻസർ. എളുപ്പമല്ലേടാ? നല്ല ക്വസ്റ്റ്യൻ, സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ, അതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നു. എന്താണ്? എ ഫയർ ടോങ്സ് ഹാസ് ആംസ് 20 സെൻറ്റിമീറ്റർ ലോങ്. ഒരു ഫയർ ടോങ്സ് ഞാൻ വരയ്ക്കാം. ഇതാണ് ഫയർ ടോങ്. ഓക്കെ, ഇതാണ് സംഭവം. ഇതിൻ്റെ ആംസിൻ്റെ ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇത് 20 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, ഇനി ഇറ്റ് ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ കോൾ ഓഫ് വെയ്റ്റ് 1.5 kgf. ഇവിടെ ഇതാണ് കോളിൻ്റെ പീസ്. അപ്പോൾ ഇതാണ് കോൾ. ഓക്കെ, ഇതിൻ്റെ വെയ്റ്റ് എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.5 kgf. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ ആൻ എഫർട്ട് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 15 സെൻറ്റിമീറ്റർ ഫ്രം ഫൽക്രം. ഫൽക്രം എന്ന് പറയുന്നത് ഞാൻ കാണിക്കാം. ഇതാണ് ഫൽക്രം, ഇതാണ് എൻ്റെ ഫൽക്രം. ഈ ഫൽക്രത്തിൽ നിന്ന് 15 സെൻറ്റിമീറ്റർ ദൂരെയാണ് എഫർട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് എഫർട്ട് കൊടുക്കുന്നത്. ഈ ദൂരം എന്ന് പറയുന്നത് 15 സെൻറ്റിമീറ്റർ. കുഴപ്പമില്ലല്ലോ. ഇനി എന്താണ് കാണേണ്ടത്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. നിങ്ങൾ തന്നെ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് പറയുക. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഏത് നമുക്ക് ഉപയോഗിക്കാം? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ 2 എണ്ണം. ലോഡ് ബൈ എഫർട്ട്, റെസിസ്റ്റൻസ് ബൈ എഫർട്ട്, അല്ലെങ്കിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് റെസിസ്റ്റൻസ് ബൈ എഫർട്ട് ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്നുണ്ടെങ്കിൽ എഫർട്ട് ആം ബൈ റെസിസ്റ്റൻസ് ആം അല്ലെങ്കിൽ ലോഡ് ആം. ഓക്കെ, ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ഇനി നമുക്ക് ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടുക്കാം. എഫർട്ട് ആം എത്രയെന്ന് നോക്കൂ. എഫർട്ട് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം പിക്ചറിലോട്ട് സൂക്ഷിച്ച് നോക്കുക. എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഇതാ എഫർട്ട് എവിടെയാണെന്ന് നോക്കൂ. ഇത് എവിടെ? എഫർട്ട് എന്ന് പറയുന്നത് ഇതാ ഇവിടെയാണ്. ഇവിടം തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം 15. കണ്ടോ? അപ്പോൾ അത് തന്നിട്ടുണ്ട്. ഇനി ലോഡാം, ഇതാണ് ലോഡ്. ലോഡ് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം 20. അപ്പോൾ ഇത് രണ്ടും തന്നിട്ടുണ്ട്. നമുക്ക് വാല്യൂ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫർട്ട് ആമിൻ്റെ ആൻസർ 15 ഡിവൈഡ് ബൈ ലോഡ് ആമിൻ്റെ ആൻസർ 20. അപ്പോൾ നമുക്ക് വെട്ടി ചെയ്യാം. ഇപ്പോൾ 3/4 എന്ന് വരും. ഓക്കെ, 3/4 എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ആൻസർ ആയില്ലേ? ഇപ്പോൾ 3/4 എന്ന് പറഞ്ഞാൽ നമുക്ക് 0.75 മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആയി. ഇനി എന്താ വേണ്ടത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എഫർട്ട് നീഡഡ് എത്ര എന്നാണ് ചോദ്യം. എഫർട്ട് എത്ര? നമുക്കറിയാം എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം. എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡാം എന്നാണ്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക നിങ്ങൾ. അപ്പോൾ എഫർട്ടിൻ്റെ ആൻസർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എഫർട്ട് അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു എഫർട്ട് ആം എത്രയെന്ന് നോക്കൂ. 15 ആണ്. ഈസ് ഈക്വൽ ടു ലോഡ് തന്നിട്ടുണ്ട് 1.5 എന്നാണ്. ഇനി ലോഡ് തൊട്ട് ഫൽക്രം വരെയുള്ള ദൂരം നിങ്ങൾക്കറിയാം 20 ആണ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ കണ്ടുപിടിക്കുക. എഫർട്ട് ഈസ് ഈക്വൽ ടു 1.5 ഇൻറ്റു 20 ഡിവൈഡഡ് ബൈ 15 എന്നാണ്. അപ്പം മേളിൽ ആൻസർ എത്ര വരും? 1.5 ഇൻറ്റു 2 എത്ര വരും? 3. അപ്പോൾ 30 എന്ന് വരും. 30 ഡിവൈഡ് ബൈ 15. അപ്പോൾ ആൻസർ 2 എന്നാണ് വരുന്നത്. 2 kgf. കുഴപ്പമില്ലല്ലോ, അപ്പോൾ ബുദ്ധിമുട്ടില്ല. അപ്പോൾ 2 kgf എന്നാണ് എൻ്റെ ആൻസർ. രണ്ട് ആൻസറും കറക്റ്റാണ്. അത് ആൻസർ പ്രിൻ്റഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായി അല്ലേ? ആൻസർ എളുപ്പം. അടുത്തലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ വരും. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ഫിഗർ ഷോസ് എ യൂണിഫോം മീറ്റർ റൂൾ ഓഫ് വെയ്റ്റ് W സപ്പോർട്ടഡ് ഓൺ ഫൽക്രം അറ്റ് 60 സെൻറ്റിമീറ്റർ മാർക്ക് എന്നാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ എന്താണ്? ഒരു മീറ്റർ റൂളാണ് തന്നിരിക്കുന്നത്. സ്കെയില് അതിൻ്റെ വെയ്റ്റ് ഓഫ് വെയ്റ്റ് W സപ്പോർട്ടഡ് ഓൺ എ ഫൽക്രം അറ്റ് 60 സെൻറ്റിമീറ്റർ മാർക്ക് എന്നാണ്. അപ്പം നമ്മുടെ പിക്ചർ ഇവിടെ ഉണ്ട്, ഞാൻ കാണിക്കാം. ഇതിനകത്ത് 60 സെൻറ്റിമീറ്റർ മാർക്കിൽ ഒരു ഫൽക്രം ഉണ്ട്. ഇതിൻ്റെ വെയ്റ്റ് എവിടെ? സ്കെയിലിൻ്റെ വെയ്റ്റ് എവിടെ ആക്ട് ചെയ്യുന്നത്? സ്കെയിലിൻ്റെ വെയ്റ്റ് അതിൻ്റെ 50 സെൻറ്റിമീറ്റർ പോയിന്റിലാണ് ആക്ട് ചെയ്യുന്നത്. അത് നമുക്കറിയാം. ഇനി എന്താണ് കാണേണ്ടത്? സ്റ്റേറ്റ് വിത്ത് റീസൺ വെദർ ദ വെയ്റ്റ് W ഓഫ് ദ റൂൾ ഈസ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫർട്ട് എന്നാണ്. അപ്പം നമുക്ക് റൂളിൻ്റെ മീറ്റർ സ്കെയിലിൻ്റെ വെയ്റ്റ് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. അപ്പം നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്. എഫർട്ട് ഇവിടെ 90യിലാണ് ആക്ട് ചെയ്യുന്നത്. ഫൽക്രം ഇവിടെ 60യിലാണ്. ഇതിൻ്റെ വെയ്റ്റ് ആക്ട് ചെയ്യുന്നത് ഈ 50യിലാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ലീവർ അങ്ങോട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഏതാണ്?
എഫർട്ട് ഇൻറ്റു എഫർട്ട് ആം ഈസ് ഈക്വൽ ടു ലോഡ് ഇൻറ്റു ലോഡാം എന്നുള്ള പ്രിൻസിപ്പിൾ നമുക്ക് അങ്ങോട്ട് ഉപയോഗിക്കാം. ഇനി നിങ്ങൾ തന്നെ പറയുക, എഫർട്ട് ഇവിടെ ഉണ്ട്, അപ്പോൾ എഫർട്ട് അവിടെ ഇൻറ്റു എഫർട്ട് തൊട്ട് ഫൾക്രം വരെയുള്ള ദൂരം ഇതാണ്, അത് 30 ആണ്. 30 ഈസ് ഈക്വൽ ടു ലോഡ് എന്ന് പറയുന്നത് ഇവിടെ സ്കെയിലിൻ്റെ വെയിറ്റ് ആണ്, അപ്പോൾ W ഇൻറ്റു ലോഡാം എന്ന് പറയുന്നത് അവിടെ തൊട്ട് ഫൾക്രം വരെയുള്ള ദൂരം, അത് 10 ആണ്. അപ്പോൾ ഇനി നമുക്ക് അപ്പുറം 10 വെച്ച് ക്യാൻസൽ ചെയ്യാൻ മക്കളെ. അപ്പോൾ എന്ത് വരും? 3E ഈസ് ഈക്വൽ ടു W എന്ന് വരും. അതായത് E എന്ന് പറയുന്നത് എന്താണ്? E എന്ന് പറയുന്നത് W ഡിവൈഡ് ബൈ 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ എന്താണ് ഇനി നമ്മുടെ ചോദ്യം? വെയിറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫർട്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല, അപ്പോൾ ഈ സ്റ്റെപ്പ് മതി. എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് 3 ടൈംസ് എഫർട്ട് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വെയിറ്റ് ഈസ് 3 ടൈംസ് എഫർട്ട് എന്നാണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ ആയില്ലേ? അപ്പോൾ എ പാർട്ടിൻ്റെ ആൻസറായി. ഇനി എന്താ വേണ്ടത്? ഫൈൻഡ് ദ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ലോഡ് ബൈ എഫർട്ട് എന്നാണ്. ലോഡ് ബൈ എഫർട്ട്. ഇവിടുത്തെ ലോഡ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ആണ്. വെയിറ്റ് ബൈ എഫർട്ട്. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. വെയിറ്റിൻ്റെ ആൻസർ 3E എന്നാണ്. വെയിറ്റിൻ്റെ ആൻസർ 3E എന്നാണ്, ഡിവൈഡ് ബൈ E. ഓക്കെ, അപ്പോൾ ആൻസർ ഇതാവുന്നു 3 എന്നാണ് ആൻസർ. വല്ല പ്രയാസമുണ്ടോ? ആൻസർ അടിപൊളി, എളുപ്പമല്ലേ? അപ്പോൾ സ്ട്രൈറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ലോഡ് ബൈ എഫർട്ടിൽ ലോഡിന് പകരം W ഇട്ട് കൊടുക്കുക. ഇനി എഫർട്ട് തന്നെ. ഇനി വെയിറ്റിന് പകരം നമ്മൾ കണ്ടുപിടിച്ച 3E അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആൻസറായി. എളുപ്പമല്ലേടാ മക്കളെ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കൂടെ ഇതാ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? The adjacent picture shows a fixed pulley used by boy to lift a load of 400 Newton through a vertical height 5 meter in 10 second എന്നാണ് ക്വസ്റ്റ്യൻ. എന്താണ്? പിക്ചർ കാണുന്നുണ്ട്, അതിൽ ഒരു ഫിക്സഡ് പുള്ളി നിങ്ങൾ കാണുന്നുണ്ട്. ഇനി ഒരു ബോയ് ഒരു 400 ന്യൂട്ടൺ ലോഡിനെയാണ് അവിടെ ലിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോഡ് തന്നിട്ടുണ്ട്, അപ്പോൾ ഞാൻ ലോഡ് എഴുതാം. ഇനി അതിനു വേണ്ടി അവൻ എന്തോ ചെയ്യുന്നുണ്ട്, മറു സൈഡിൽ അവൻ ഒരു എഫർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എഫർട്ട് 480 ആണ്. ഓക്കെ, ഇനി എത്ര ലിഫ്റ്റ് ചെയ്ത് കയറ്റുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോഡിനെ 5 മീറ്റർ അവൻ മേലോട്ട് പൊക്കുന്നു. അപ്പോൾ ലോഡിനെ 5 മീറ്റർ മേലോട്ട് പൊക്കുന്നു. 10 സെക്കൻഡ് ടൈം എടുക്കുന്നു. ഇനി ആദ്യം കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ വെലോസിറ്റി റേഷ്യോ എന്നാണ്. അപ്പോൾ വെലോസിറ്റി റേഷ്യോ എത്ര എന്നാണ് ആദ്യത്തെ ചോദ്യം. നമുക്കറിയാം വെലോസിറ്റി റേഷ്യോ കാണാനുള്ള ഇക്വേഷൻ പറ. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്നാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ സിംഗിൾ പുള്ളിയാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? മേലോട്ട് ലോഡ് പോകുന്ന ദൂരവും താഴോട്ട് എഫർട്ട് സഞ്ചരിക്കുന്ന ദൂരവും സെയിം ആണ്. അപ്പോൾ ഈ രണ്ട് ദൂരവും സെയിം ആണ്. അപ്പോൾ രണ്ട് ദൂരവും D എന്ന് തന്നെ. ഓക്കെ, അപ്പോൾ ആൻസർ എത്ര വരും? അപ്പോൾ വെലോസിറ്റി റേഷ്യോയുടെ ആൻസർ ഇതാ കിട്ടി, ഇത്ര 1 എന്നാണ്. ഇനി ബി പാർട്ട് വായിച്ചു നോക്കാം, എളുപ്പമാണ്. വാട്ട് ഈസ് എ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ്? അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കണം. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കണ്ടുപിടിക്കാൻ എന്താ വഴി? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഈക്വൽ ടു ലോഡ് ബൈ എഫർട്ട് എന്നാണ്. ലോഡിൻ്റെ ആൻസർ എത്രയാണ്? 400 ആണ്. ഡിവൈഡ് ബൈ എഫർട്ടാണ് 480 ആണ്. അപ്പോൾ അപ്പുറം 10 കട്ട് ചെയ്തു, ബാക്കി 40 ബൈ 48. അപ്പോൾ നമുക്ക് സൈഡിലോട്ട് എഴുതാം 40 ഡിവൈഡ് ബൈ 48. അപ്പോൾ 20 ഡിവൈഡ് ബൈ 24. അപ്പോൾ 10 ബൈ 12 അല്ലേ? അപ്പോൾ 5 ബൈ 6. അപ്പോൾ ആൻസർ കിട്ടിയിട്ടുണ്ട് 5 ബൈ 6 എന്നാണ്. 5 ബൈ 6. ഇതിനെ നിങ്ങൾ ഫ്രാക്ഷനായിട്ട് വേണമെങ്കിൽ എഴുതാം, ഇതുപോലെ തന്നെ എഴുതാം. അല്ലെന്നുണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്തെടുക്കുക. 0.83 എന്നൊക്കെ വരും. 0.833 എന്നൊക്കെ വരും. ഓക്കെ, കുഴപ്പമില്ലല്ലോ. അപ്പം അടുത്ത ആൻസറായി. ഇനി സി പാർട്ട് വായിച്ചു നോക്കി. സി പാർട്ട് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയും. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ എന്നാണ് അല്ലേ? അപ്പോൾ ആൻസർ ഇതാ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 5 ബൈ 6 ആണ്. 5 ബൈ 6 ഡിവൈഡ് ബൈ വെലോസിറ്റി റേഷ്യോയുടെ ആൻസർ ഇതാ ഉണ്ട്. അപ്പോൾ ആൻസർ 5 ബൈ 6 എന്ന് തന്നെ കിട്ടും. ഇനി ഇസിക്കൽ ടു നമ്മുടെ 0.833 എന്ന് തന്നെ വരും. അപ്പോൾ ഇതിനെ നമുക്ക് പെർസെൻറ്റേജിലോട്ട് മാറ്റിയാൽ ഇസിക്കൽ ടു 0.833 ഇൻറ്റു 100%. അപ്പോൾ ആൻസർ എത്ര വരും? 83.3%. നല്ല എളുപ്പമല്ലേ? അടിപൊളി. ഇനി ഡി പാർട്ട് വായിച്ചോ. ഡി പാർട്ട് എന്താണ്?
വൈ എഫിഷ്യൻസി ഈസ് നോട്ട് 100%. എഫിഷ്യൻസി എന്തുകൊണ്ടാണ് 100% വരാത്തത്? എന്തായിരിക്കും കാര്യം? നമ്മുടെ ഇവിടെ നോക്കുക, ലോഡിനേക്കാളും കൂടുതൽ എഫർട്ട് അയാൾ പ്രയോഗിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കപ്പിയുടെ അകത്ത് പ്രോപ്പറായിട്ട് ലൂബ്രിക്കേഷൻ നടത്തിയിട്ടില്ല. അപ്പോൾ അവിടെ ഫ്രിക്ഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഡ്യൂ ടു ഫ്രിക്ഷൻ എന്നാണ്. ഡ്യൂ ടു ഫ്രിക്ഷൻ ദ പേഴ്സൺ ഹാസ് ടു അപ്ലൈ മോർ എഫർട്ട് അല്ലേ? അപ്പോൾ അതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസി ഈസ് നോട്ട് 100%. അങ്ങനെ ആയിരുന്നെങ്കിൽ ഫ്രിക്ഷനും കാര്യങ്ങളും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ലോഡ് എഫർട്ട് ഈക്വൽ ആയനെ. അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജും എഫിഷ്യൻസിയുടെ ആൻസർ അപ്പോൾ 100% വന്നേനെ. ഇനി ഇതിൻ്റെ ഈ പാർട്ടാണ്. എന്താണ്? വാട്ട് ഈസ് എ എനർജി ഗെയിൻഡ് ബൈ ലോഡ് ഇൻ 10 സെക്കൻഡ്? എനർജി ഗെയിൻഡ് ബൈ, അപ്പോൾ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. എനർജി ഗെയിൻഡ് ബൈ ആരാണ്? ലോഡ് എന്നാണ്. അപ്പോൾ എനർജി ഗെയിൻഡ് ബൈ ലോഡ്. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ഇത് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ വർക്കിനെ മനസ്സിൽ കാണുക. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനെ മനസ്സിൽ കാണുക. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനെ മനസ്സിൽ കാണുക. ഇത്രയും കണ്ടു. ഇനി ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ലോഡാണ്. അപ്പോൾ ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലോഡ്, അത്രയേ ഉള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലോഡ്. ഇത് രണ്ടും നമുക്കറിയാം. ലോഡിൻ്റെ ആൻസർ തന്നിട്ടില്ലേ? ലോഡിൻ്റെ ആൻസർ 400 ആണ്. ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര? ലോഡ് എത്ര ദൂരം മേലോട്ട് പോകുന്നു എന്നാണ് 5. അപ്പോൾ ആൻസർ ഇതാ വരുന്നു 2000 എന്നാണ്. ഓക്കെ, വല്ല ബുദ്ധിമുട്ടുണ്ടോ? 2000 യൂണിറ്റ് എന്തായിരിക്കും? ജൂൾ എന്നായിരിക്കും. പ്രയാസമല്ലല്ലോ. അപ്പോൾ 2000 ജൂൾ. ഇനി എഫ് പാർട്ടാണ്. വായിച്ചു നോക്കേ, എന്താണ് എഫ് പാർട്ട്? ഇതിനകത്ത് സ്ക്രീനിലുള്ള അക്ഷരങ്ങൾ ചെറുതായതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല. അതാണ് ഞാൻ ഈ റൈറ്റിങ്ങിൽ എൻ്റെ കയ്യിലൊരു പ്രിൻറ്റും കൂടെ കയ്യിലിരിപ്പുണ്ട്, അതുകൂടെ ഞാൻ നോക്കുന്നത്. ഓക്കെ, കാരണം ഒരു വലിയ ക്വസ്റ്റനാണ്. അപ്പോൾ സ്ക്രീനിൽ മൊത്തത്തിൽ കാണിക്കുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ എഴുതാൻ സ്ഥലം കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഇനി എഫ് പാർട്ട് വായിച്ചു നോക്കുക. ഹൗ മച്ച് പവർ വാസ് ഡെവലപ്ഡ് ബൈ ദ ബോയ് ഇൻ റൈസിങ് ദ ലോഡ്? എത്ര പവർ എന്ന്? പവർ എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്നാണ്. ഓക്കെ, അപ്പോൾ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്, ഡിവൈഡ് ബൈ ടൈം എന്നാണ്. ഓക്കെ, ഇനി എന്താണ്? നേരെ ക്വസ്റ്റ്യൻ വായിക്കുക. ഹൗ മച്ച് പവർ വാസ് ഡെവലപ്ഡ്? എത്ര പവറാണ് ഡെവലപ്പ് ആയത്? അപ്പോൾ നമ്മളിവിടെ ഫോഴ്സ് എന്നുള്ളത് എഫർട്ടാണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എഫർട്ട്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എഫർട്ട് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ടൈം. ഇതിൽ വാല്യൂ ഇട്ട് കൊടുക്കുക. എഫർട്ടിൻ്റെ ആൻസർ എത്ര മക്കളെ? 480 ആണ്. ഇൻറ്റു എത്ര ദൂരം അത് മേലോട്ട് സഞ്ചരിക്കുന്നു? 5 മീറ്റർ. താഴോട്ട് സഞ്ചരിക്കുന്നു 5. ഡിവൈഡഡ് ബൈ ഇതിനടുത്ത് ടൈം 10 ആണ്. ആൻസർ 48 ഇൻറ്റു 5 എന്ന് വരും. 48 ഇൻറ്റു 5 എന്ന് വരും. ആൻസർ വരുന്നത് 240. ഓക്കെ, 240. പവറിൻ്റെ യൂണിറ്റ് ഏതാ? വാട്ട്. എളുപ്പമല്ലേ? ഇനി അതിൻ്റെ ജി പാർട്ടുകളുണ്ടെങ്കിൽ നിറച്ചിരിക്കുക അല്ലേ? എന്താണ്? ദ ബോയ് ഹാസ് ടു അപ്ലൈ എഫർട്ട് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ലോഡ്. ലോഡിനേക്കാളും വലിയ എഫർട്ട് അയാൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. വാട്ട് ഈസ് എ ജസ്റ്റിഫിക്കേഷൻ? അപ്പോൾ എന്താണ് ജസ്റ്റിഫിക്കേഷൻ? ആദ്യമേ ഞാൻ പറഞ്ഞു, ഡ്യൂ ടു ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ആണ് അതിൻ്റെ കാരണം. ഇഫ് ഫ്രിക്ഷൻ ഈസ് ആബ്സെൻറ്റ് ഹി വിൽ അപ്ലൈ എഫർട്ട് ഈസ് ഈക്വൽ ടു ലോഡ്. അല്ല, പാടുണ്ടോ? നല്ല സ്ട്രൈറ്റ് ക്വസ്റ്റനാണ്. ഇതിനകത്ത് ടെൻഷൻ പിടിക്കേണ്ട കാര്യമില്ല. ഒരുപാട് പാർട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ടെൻഷനൊന്നുമില്ല. അടുത്ത ക്വസ്റ്റനിലേക്ക് പോകാം. എന്താണ്? The diagram in figure shows the combination of two pulleys P1 and P2 used to lift up a load W. W എന്ന് പറയുന്ന ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സെറ്റപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇനി സ്റ്റേറ്റ് ദ കൈൻഡ് ഓഫ് പുള്ളി P1 ആൻഡ് P2. അത് എളുപ്പമല്ലേ? പയ്യെ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയൂ. P1 എന്ത് പുള്ളിയാണ്, P2 എന്ത് പുള്ളിയാണെന്നാണ് ചോദ്യം. ഇതിനകത്ത് ഒരെണ്ണം ഫിക്സഡ് പുള്ളിയും ഒരെണ്ണം എന്താണ്? മൂവിങ് പുള്ളിയാണ്. അപ്പോൾ P2 എന്ന് പറയുന്നത് ഫിക്സഡ് പുള്ളിയാണ്. ഓക്കെ, ഫിക്സഡ് പുള്ളിയാണ്. അടുത്ത് P1 എന്ന് പറയുന്നത് മൂവബിൾ പുള്ളിയാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞു. അപ്പോൾ അത് എളുപ്പമല്ലേ? ഇനി അടുത്തെന്താണ്? ബി പാർട്ട്. സ്റ്റേറ്റ് ദ ഫങ്ഷൻ ഓഫ് P2. P2ൻ്റെ ജോലി എന്താണ്? അപ്പോൾ P2 എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമുക്കറിയാം P2 എന്ന് പറയുന്നത് ഡയറക്ഷൻ ഓഫ് എഫർട്ട് ചേഞ്ച് ചെയ്ത് കൺവീനിയൻറ്റ് ഡയറക്ഷനിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ആൻസർ പറയൂ. ഇറ്റ് ഹെൽപ്സ് ഇൻ changing direction of effort to a convenient direction.
ടു എ കൺവീനിയൻറ്റ് ഡയറക്ഷൻ. കൺവീനിയൻറ്റ് ഡയറക്ഷനിലേക്ക് എഫർട്ടിനെ മാറ്റാൻ വേണ്ടിയാണ്. അപ്പം നമ്മളിവിടെ ലോഡ് പൊക്കേണ്ടത് മേലോട്ടാണ്, പക്ഷേ എഫർട്ട് കൊടുക്കുന്നത് താഴോട്ടാണ്. അതാണ് നമുക്ക് കൺവീനിയൻറ്റ്. അത് അത്രേ ഉള്ളൂ. ഇനി അതിൻ്റെ സി പാർട്ട് എന്താണ്? അതിൻ്റെ സി പാർട്ട്, ഇഫ് ദ ഫ്രീ എൻഡ് സി ഓഫ് ദ സ്ട്രിങ് മൂവ്സ് ത്രൂ എ ഡിസ്റ്റൻസ് എക്സ്, ദെൻ ബൈ വാട്ട് ഡിസ്റ്റൻസ് ഈസ് ലോഡ് അല്ലെങ്കിൽ വെയിറ്റ് റൈസ്ഡ്. അത് നമുക്ക് അറിയാം എന്നുള്ള കാര്യമാണ്. എന്തോന്നാണ്, എത്ര ദൂരമാണ് അവിടെ വെയിറ്റ് പൊങ്ങുന്നത് നിങ്ങൾ തന്നെ പറയുക. നമ്മുടെ ഇവിടെ എഫർട്ട് താഴോട്ട് എക്സ് ദൂരം പോയാൽ നിങ്ങളിവിടെ ഈ രണ്ട് കയറും കൂടെ നിങ്ങൾ തന്നെ ഇവിടെ നേരെ നോക്കുക. ഇതാ ഇവിടെ ഈ എഫർട്ട് താഴോട്ട് എക്സ് ദൂരം പോയാൽ ഈ രണ്ട് കയറും കൂടെ എക്സ് ദൂരം പോകും. ഈ കയറും കൂടെ മേലോട്ട് ആ ദൂരം പോകും. അപ്പോൾ ഓരോ കയറും എത്ര പോകും? ഓക്കെ, അല്ലെങ്കിൽ ഈ ലോഡ് എത്ര പൊങ്ങും? അതിൻ്റെ പകുതി. ഒന്നുകൂടെ പറയാം, ഈ നമ്മുടെ എഫർട്ട് എന്ന് പറയുന്നത് താഴോട്ട് എക്സ് ദൂരം സഞ്ചരിച്ചു. അപ്പോൾ ഇവിടെ ഈ കയറും കൂടെ, ഈ രണ്ട് റോപ്പും കൂടെ എക്സ് ദൂരം മേലോട്ട് പോകും. അപ്പോൾ ഓരോ കയറും എത്ര? x/2 ഡിസ്റ്റൻസ് മേലോട്ട് പോകും. അപ്പോൾ ലോഡ് എത്ര ദൂരം മേലോട്ട് പോകും? x/2 ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് കോമൺ സെൻസ് വെച്ച് നമുക്കത് എഴുതാം. അപ്പോൾ ആൻസർ സി പാർട്ട് എത്രയാണ്? x/2 എന്നാണ്. x/2 എന്നാണ് ശരിയാ, x/2. ഓക്കെ, അപ്പോൾ അവിടെ എഴുതി പോകുന്ന ഒരു ചെറിയ പണി കിട്ടിയായിരുന്നു. അപ്പോൾ x/2 ഡിസ്റ്റൻസ് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ സി പാർട്ട് ബൈ വാട്ട് ഡിസ്റ്റൻസ് ഈസ് ലോഡ് റൈസ്ഡ്? x/2 ഡിസ്റ്റൻസ്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിൻ്റെ ഈ ഡി പാർട്ട് എന്താണ്? വാട്ട് എഫർട്ട് ഹാസ് ടു ബി അപ്ലൈഡ് അറ്റ് സി? സിയിൽ എത്ര എഫർട്ട് കൊടുക്കണം? അപ്പോൾ എഫർട്ടാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എഫർട്ട് കണ്ടുപിടിക്കണം. ടു റൈസ് ദ വെയ്റ്റിൻ്റെ വാല്യൂ 20 kgf ആണ്. ഓക്കെ, നെഗ്ലക്റ്റ് ബോത്ത് ദ വെയ്റ്റ് ഓഫ് ദ പുള്ളി ആൻഡ് ഫ്രിക്ഷൻ. ഇതൊക്കെ മറന്നിട്ട് നിങ്ങൾ എഫർട്ട് എത്രയെന്ന് പറയുക. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കാൻ എന്താണ് എളുപ്പവഴി? നമുക്കിവിടെ അറിയാമെന്നുള്ള കാര്യം, നമ്മുടെ ഈ പിക്ചറിൽ നേരെ നോക്കുക. നമുക്കിവിടെ ഡബ്ല്യുവിനെ നിങ്ങൾ കാണുന്നുണ്ട്. ഡബ്ല്യുവിനെ മേലോട്ട് ടിയും കാണുന്നുണ്ട്. അപ്പോൾ W = 2T എന്ന് നമുക്കറിയാം. ഓക്കെ, W = 2T. ആ T എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ നേരെ നോക്കുക. ഇത് ഞാൻ പഠിപ്പിച്ചപ്പോൾ ക്ലിയർ ആയിട്ട് പറഞ്ഞതാണ്. ഈ T ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ T എന്ന് പറയുന്നത് എഫർട്ടാണ്. അപ്പോൾ T എന്ന് പറയുന്നത് എഫർട്ടാണ്. ഓക്കെ, ഇപ്പോൾ T എന്ന് പറയുന്നത് എഫർട്ടാണ്. അപ്പോൾ ഇതിലോട്ട് നോക്കിയാൽ W എന്ന് പറയുന്നത് 2 times E എന്നാണ്. W = 2E എന്നാണ്. ഇനി നിങ്ങളിത് ചോദിച്ചിരിക്കുന്നത് E എത്ര എന്നാണ്. E = W/2 എന്നാണ്. ഡബ്ല്യുവിൻ്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് 20/2. അപ്പോൾ ആൻസർ 10 kgf. രസമുണ്ടോ? അപ്പോൾ ഇത് ടെൻഷനൊന്നും പിടിക്കരുത്. ഇത് സമാധാനമായിട്ട് ഞാൻ ഇവിടെ ഈ പാർട്ട് മാത്രം പറയാം. നമ്മുടെ ഇവിടെ W ഉണ്ട്, കാണുന്നുണ്ടല്ലോ. ഇനി ഇവിടെ ഈ മേലോട്ട് 2 T കാണുന്നുണ്ട്. അപ്പോൾ ടിയും കൂടെ 2T. അപ്പോൾ 2T മേലോട്ടും W താഴോട്ടും. അപ്പോൾ 2T = W എന്നെഴുതി. ഇനി ഈ T തന്നെയാണ് ഇപ്പുറത്ത് വരുന്നത് എഫർട്ടായിട്ട്. അപ്പോൾ T എന്ന് പറയുന്നത് Eക്ക് ഈക്വലാണ്. അപ്പോൾ ഈ ഇക്വേഷനിലോട്ട് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ W = 2E എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് E നമുക്ക് കണ്ടുപിടിക്കാം. രസമുണ്ടാടാ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോക്കോളെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? എ പുള്ളി സിസ്റ്റം വിത്ത് വെലോസിറ്റി റേഷ്യോ 4. പുള്ളി സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി റേഷ്യോ എത്രയാണ്? 4 എന്നാണ് തന്നിരിക്കുന്നത്. ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലോഡ് 150 kgf ത്രൂ എ വെർട്ടിക്കൽ ഹൈറ്റ് 20 meter. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് എഴുതാം. കുറേ നേരം കൊണ്ട് ഒരു കളർ പേനയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേറെ കളർ പേന ഇടാം. എന്താ പറഞ്ഞു? എന്താണ്? പുള്ളി സിസ്റ്റം ഉണ്ട്, അതിൻ്റെ വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ വെലോസിറ്റി റേഷ്യോ എത്രയാണ്? 4 ആണ്. ലോഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ലോഡിൻ്റെ ആൻസർ 150 kgf എന്നാണ്. ഓക്കെ, ഇനി എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 meter ആണ്. ഇത്രയും തന്നിട്ടുണ്ട്. എഫർട്ട് റിക്വയർഡ് ഈസ്, എഫർട്ട് തന്നിട്ടുണ്ട്. എത്രയാണ്? 50 kgf ആണ്. ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. കാൽക്കുലേറ്റ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് എന്നാണ്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, ഒന്നും കൂടെ. പുള്ളി സിസ്റ്റം ഉണ്ട്, വെലോസിറ്റി റേഷ്യോ ഉണ്ട്, ലോഡിൻ്റെ വാല്യൂ ഉണ്ട്,
അത് എത്ര ദൂരം നീങ്ങി, ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്ക് വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. വെലോസിറ്റി റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയും. വെലോസിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് എന്നാണ്. എല്ലാം സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. ഇനി അടുത്തത്, ഇനി ഇതിൽ നമുക്ക് നോക്കാം. ആദ്യം കണ്ടുപിടിക്കാനുള്ളത് ഇപ്പോൾ വെലോസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട് അവർ. 4 ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് അറിഞ്ഞുകൂടാ, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ലോഡ് തന്നിട്ടുണ്ട് 20. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് ഇതാ കിട്ടുന്നു 80 മീറ്റർ. ആദ്യത്തെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രയാസമില്ലാതെ കിട്ടി. ഇനി രണ്ടാമത്തെ പാർട്ട് നോക്കാം. എന്താണ് ബി പാർട്ട്? വായിച്ച് നോക്കിയാൽ എന്താണ്? വർക്ക് ഡൺ ബൈ എഫർട്ട്. വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്നാണ്. വർക്ക് ഡൺ ബൈ എഫർട്ട് എന്നാണ് മക്കളെ. അപ്പോൾ ഫോഴ്സിന് പകരം എഫർട്ട് എന്നാണ്. ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എഫർട്ട് കൊടുക്കുക. അപ്പോൾ എഫർട്ടിൻ്റെ വാല്യൂ എത്രയെന്ന് ക്വസ്റ്റിനകത്ത് ഉണ്ട്. അപ്പോൾ നമ്മൾ 50 എന്നുണ്ട്. ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ എഫർട്ട് 80. അപ്പോൾ ആൻസർ 4000 എന്നാണ്. 4000 ജൂൾ. പ്രയാസമില്ല. രണ്ടാമത്തെ പാർട്ടും സിമ്പിളായിട്ട് കിട്ടി. ഇനി നമുക്ക് സി പാർട്ട് വായിച്ച് നോക്കാം. എന്താണ് സി പാർട്ട്? മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് എത്രയാണ്? അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ലോഡ് ബൈ എഫർട്ട് എന്നാണ്. ഇവിടെ ലോഡ് എത്ര, എഫർട്ട് എത്ര? ലോഡ് 150 ആണ്. ഇനി എഫർട്ട് എത്രയാണ്? 50 ആണ്. അപ്പോൾ അതാ ആൻസർ 3 എന്നാണ്. സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 3 എന്നാണ് അതിൻ്റെ ആൻസർ. ഇനി ഡി പാർട്ട് എന്താണ്? വാട്ട് ഈസ് എഫിഷ്യൻസി? എഫിഷ്യൻസി കാണാനുള്ള ഇക്വേഷൻ പറയൂ. മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ബൈ വെലോസിറ്റി റേഷ്യോ എന്നാണ്. ഇൻറ്റു 100% നമുക്ക് അങ്ങ് എഴുതാം. എന്താ? അപ്പം മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് 3 എന്നാണ്. വെലോസിറ്റി റേഷ്യോ നമ്മളിവിടെ ആദ്യമേ തന്നിട്ടുണ്ട് 4 എന്നാണ്. അപ്പോൾ ഇൻറ്റു 100%. അപ്പോൾ എത്ര വരും? 3/4 പറഞ്ഞാൽ 0.75 ഇൻറ്റു 100, അപ്പോൾ 75% എന്നാണ്. ഓക്കെ, അപ്പോൾ അതും കിട്ടി. ഇനി ഒരേ ഒരു പാർട്ട് കൂടെ ഉള്ളൂ. എന്താണ് ഈ പാർട്ട്? എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് ആൻഡ് നമ്പർ ഓഫ് പുള്ളീസ് ഇൻ ഈച്ച് ബ്ലോക്ക് എത്ര എന്നാണ്. ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് വേണം അല്ലേ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ്, അപ്പോൾ n വേണം. അപ്പോൾ n ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n എങ്ങനെ കണ്ടുപിടിക്കും? n എന്ന് പറയുന്നത് നമുക്കറിയാം. n എന്ന് പറയുന്നത് വെലോസിറ്റി റേഷ്യോയ്ക്ക് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ വെലോസിറ്റി റേഷ്യോ നമുക്ക് ആദ്യമേ തന്നിട്ടുണ്ട്. അപ്പോൾ ആൻസർ 4 എന്നാണ്. പ്രയാസമുണ്ടോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ്, ഇനി നമ്പർ, അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് ഉണ്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് അറിയാമെങ്കിൽ ബാക്കി നിങ്ങൾക്കറിയാം എന്താണ്. അപ്പോൾ എത്ര പുള്ളീസ് ഓരോ ബ്ലോക്കിലും ഉണ്ട്? നമ്പർ ഓഫ് പുള്ളീസ് ഇൻ ഈച്ച് ബ്ലോക്ക്. 2 ബ്ലോക്കിലും ഈക്വൽ നമ്പറോ അപ്പർ ബ്ലോക്കിൽ ഒന്ന് കൂടുതലോ ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 4 വരുന്നത് കൊണ്ട് ടോട്ടൽ നമ്പർ ഓഫ് പുള്ളീസ് 4 ആണ്. അപ്പം മേളിലും താഴെയും ഈക്വൽ. അപ്പം മേളിലും താഴെയും 2, അപ്പർ 2, ലോവറിലും 2. ഓക്കെ, രണ്ടിലും ഈക്വൽ. ഓക്കെ, കാരണം എന്താണ് പറഞ്ഞത്? മേളിലും താഴെയും ഈക്വൽ ആണ്. അല്ലെന്നുണ്ടെങ്കിൽ മേളിൽ ഒന്ന് കൂടുതലും താഴെ ഒന്ന് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ ഇതിൽ? ഇല്ല. അപ്പോൾ ഒന്നിൽ 2, അടുത്തതിൽ 2, അപ്പോൾ 2 2 4 ആയി. കുഴപ്പമുണ്ടോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ മതി ആദ്യത്തെ വീഡിയോയിൽ, അല്ലെങ്കിൽ ബോറടിക്കും. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.